കുറെ നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറെ നേരം സംസാരിച്ചു കഴിയുമ്പോൾ മൈൻഡിന് വല്ലാതെ അസ്വസ്ഥത ഫീൽ ചെയ്തിട്ടുണ്ടോ? അതും പ്രത്യേകിച്ച് നമ്മളുമായി ഒരു ബന്ധമോ അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സോ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയാവാം, പക്ഷേ അവരുമായുള്ള ഒരു ഇന്ററാക്ഷന് ശേഷം വല്ലാതെ ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുന്ന അവസ്ഥ അല്ലെങ്കിൽ ഡ്രെയിൻഡ് ഫീൽ വരുന്ന ഒരു അവസ്ഥ തോന്നിയിട്ടുണ്ടോ? ഇത് ശരിക്കും ഒരു സയൻസ് ആണ്. നമ്മുടെ മനസ്സിൽ അനുഭവപ്പെടുന്ന ഇത്തരം എല്ലാ എക്സോഷൻസും നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്നതോ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതോ അല്ല. ചിലതൊക്കെ നമുക്ക് ചുറ്റിനുമുള്ള ആളുകളിൽ നിന്ന് കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. എങ്ങനെയാണ് ഇത്തരം ഇന്ററാക്ഷൻസ് നമ്മളെ മെന്റലി ടയേർഡ് ആക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇമോഷണൽ കണ്ടേജൻ എന്ന് പറയുന്ന അവസ്ഥ, നമ്മുടെ ബ്രെയിൻ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന വ്യക്തിയുടെ ഇമോഷൻസ് അതേപടി അബ്സോർവ് ചെയ്യുകയാണ്, ഒരു സ്പോഞ്ച് എന്നതുപോലെ. എനർജി വാമ്പയേഴ്സ് എന്ന് പറയുന്നത് ചിലരെപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് കംപ്ലൈൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണൽ എനർജിയെ ഡ്രെയിൻഡ് ആക്കുന്ന രീതിയിലുള്ള ഇമോഷണൽ അറ്റൻഷൻസ് ആവശ്യമുള്ള ആളുകളുണ്ടാവും. വളരെയധികം അറ്റൻഷൻ ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇമോഷണൽ എനർജി അവിടെ ഡ്രെയിൻ ചെയ്യപ്പെടുകയാണ്. പീപ്പിൾ പ്ലീസിംഗ് ആയിട്ടുള്ള ആളുകള് വല്ലാതെ സമാധാന അന്തരീക്ഷം ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് തന്നെ പലപ്പോഴും അവരുടെ ഇമോഷൻസ് സപ്രസ് ചെയ്ത് വെക്കുകയും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ എന്തു തന്നെ പറഞ്ഞാലും അതിനെ സൈലന്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇത് ശരിക്കും നമ്മുടെ ഇമോഷണൽ എനർജിയെ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ ഡ്രെയിൻഡ് ആക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓവറായിട്ട് സോഷ്യലൈസ് ചെയ്യപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ഇൻട്രോവേർട്ട് ആയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓവർ സോഷ്യലൈസേഷൻ കമ്പൽ ചെയ്യുന്ന ചില സാഹചര്യങ്ങളിൽ ബ്രെയിൻ ഡ്രെയിൻഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം, നമ്മുടെ എനർജിയെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താം. സെറ്റ് ബൗണ്ടറീസ് എന്ന കാര്യം, ഇറ്റ്സ് ഓക്കെ ടു സേ നോ ടു ദ ഡ്രെയിനിങ് കോൺവെർസേഷൻസ്. ചില കോൺവെർസേഷൻസ് നമുക്ക് നെഗറ്റീവ് എനർജിയാണ് കിട്ടുന്നതെങ്കിൽ, അത് നമ്മളെ ഇമോഷണലി ഡ്രെയിൻഡ് ആക്കുന്നുണ്ട് എങ്കിൽ നോ പറയാനായിട്ട് പഠിക്കുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന്റെ സമാധാനപരമായ അന്തരീക്ഷത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഹാപ്പിനെസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും സെൽഫ് ഹാം ചെയ്യാൻ പാടില്ല. ഓർക്കുക, നമ്മുടെ എനർജി എന്ന് പറയുന്നത് വളരെ വാല്യൂബിൾ ആണ്. അത് പ്രൊട്ടക്ട് ചെയ്യുന്നതിനായി നെഗറ്റീവ് പീപ്പിൾസുമായിട്ടുള്ള കോൺവെർസേഷൻ ടൈം ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരിക. നമുക്കറിയാം, ആളുകൾ പല രീതിയിലുണ്ട്. നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നവരുണ്ടാവാം, പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നവരുണ്ടാവാം, സാഡ്നെസ് മാത്രം സ്പ്രെഡ് ചെയ്യുന്നവരുണ്ടാവാം. അങ്ങനെ പല കാറ്റഗറിയിൽ നമുക്ക് ആളുകളെ തിരിക്കാൻ പറ്റും. നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നവരിൽ നിന്നും അകലം പാലിക്കുകയും ഈക്വൽ റെസ്പോൺസിൽ നമ്മെ അപ്ലിഫ്റ്റ് ചെയ്യുന്നവരെ പ്രയോറിറ്റൈസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സന്തോഷം തേടി അല്ലെങ്കിൽ റീചാർജ് ചെയ്യാനായി ഒരിക്കലും മറ്റൊരു മീഡിയേറ്ററെ ആശ്രയിക്കാനായിട്ട് പാടില്ല. റീചാർജ് എലോൺ എന്നുള്ളൊരു രീതിയുണ്ട്. സൈലൻസും സോളിറ്റ്യൂഡുമാണ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ റീസെറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. മെയിൻ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ സ്ട്രെസ്സസ് ഒരിക്കലും അബ്സോർവ് ചെയ്യാനായിട്ട് പാടില്ല. മറ്റുള്ളവരുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ സ്ട്രെസ്സസ്, ആങ്സൈറ്റീസ് ഒക്കെ കേൾക്കാം, നിരീക്ഷിക്കാം, മനസ്സിലാക്കാം. പക്ഷെ ഒരിക്കലും അത് ക്യാരി ചെയ്യാനായിട്ട് നിൽക്കരുത്. അത് ക്യാരി ചെയ്യാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമുക്ക് ഇമോഷണലി ഡ്രെയിൻഡ് ഫീൽ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ലിസണർ ആവുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇമോഷണൽ എനർജിയെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക എന്നുള്ളത് കൂടി. മറ്റൊരാളിന്റെ സ്ട്രെസ്സിലും ആങ്സൈറ്റിയിലും അവരെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇമോഷണൽ എനർജി പോയി പോകാതെ കാത്തു സംരക്ഷിക്കേണ്ടത് കൂടി അത്യാവശ്യ കാര്യമാണ്. യുവർ എനർജി ഈസ് വാല്യുബിൾ, സോ പ്രൊട്ടക്ട് ഇറ്റ്.